وأنزل الذين ظاهروهم من أهل الكتاب من صياصيهم وقذف في قلوبهم الرعب فريقا تقتلون وتأسرون فريقا وأورثكم أرضهم وديارهم وأموالهم وأرضا لم تطئوها وكان الله على كل شيء قديرا. يا أيها النبي قل لأزواجك إن كنتن تردن الحياة الدنيا وزينتها فتعالين أمتعكن وأسرحكن سراحا جميلا. وإن كنتن تردن الله ورسوله والدار الآخرة فإن الله أعد للمحسنات منكن أجرا عظيما. يا نساء النبي من يأت منكن بفاحشة مبينة يضاعف لها العذاب ضعفين وكان ذلك على الله يسيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി. പ്രിയമുള്ള ദൈനംദിന ഖുർആന്റെ പഠിതാക്കളെ, സൂറത്തുൽ അഹ്സാബിൻ്റെ 25 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ 22 മുതൽ 25 വരെയുള്ള ആയത്തുകളുടെ ക്ലാസ്സുകളാണ് നമ്മൾ കേട്ടത്. ഖന്തഖ് യുദ്ധത്തിൽ ശത്രുക്കളുടെ വൻ സൈന്യത്തെ കണ്ടപ്പോൾ സത്യവിശ്വാസികൾക്ക് ഭയത്തിന് പകരം ഈമാനും അള്ളാഹുവിലുള്ള സമർപ്പണവുമാണ് വർദ്ധിച്ചത് എന്നും അള്ളാഹുവും അവൻ്റെ റസൂലും നൽകിയ വാഗ്ദാനം സത്യമാണെന്ന് അവർ ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് 22-ാമത്തെ വചനത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. തുടർന്ന് 23-ാമത്തെ ആയത്തിലൂടെ അള്ളാഹുവുമായി ചെയ്ത കരാർ സത്യസന്ധമായി പാലിച്ചവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അവരിൽ ചിലർ ആ മാർഗത്തിൽ രക്തസാക്ഷികളായി, മറ്റു ചിലർ അതിനായി കാത്തിരിക്കുന്നു. തങ്ങളുടെ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നവർ അള്ളാഹു അവരെക്കുറിച്ച് പ്രശംസിക്കുന്നു. അതുപോലെ 24-ാമത്തെ ആയത്തിൽ ഈ പരീക്ഷണങ്ങളിലൂടെ സത്യസന്ധത കാണിച്ചവർക്ക് അതിനുള്ള പ്രതിഫലം നൽകുവാനും കപടവിശ്വാസികളെ അഥവാ മുനാഫിക്കുകളെ ഉദ്ദേശിക്കുന്ന പക്ഷം ശിക്ഷിക്കാനോ അല്ലെങ്കിൽ പശ്ചാത്തപിച്ചാൽ അവർക്ക് പുറത്തു കൊടുക്കാനോ അള്ളാഹു തീരുമാനിച്ചു എന്നതിനെ സംബന്ധിച്ചോ കഴിഞ്ഞ ക്ലാസ്സിലെ അവസാന ആയത്തിൽ ഒടുവിൽ ശത്രുക്കളെ യാതൊരു നേട്ടവും കൈവരിക്കാൻ അനുവദിക്കാതെ അവരുടെ കടുത്ത ദേഷ്യത്തോടെ തന്നെ അള്ളാഹു അവരെ പരാജയപ്പെടുത്തി തിരിച്ചയച്ചു എന്നതും യുദ്ധത്തിൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ സഹായം തന്നെ പൂർണ്ണമായും മതിയായതായിരുന്നു, അള്ളാഹു സർവശക്തനാണെന്നുമാണ് അള്ളാഹു ആ ആയത്തിലൂടെ വ്യക്തമാക്കിയത്. വഖാന അല്ലാഹു ഖവിയ്യൻ അസീസ. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വരെ നമ്മൾ പഠിച്ച ഭാഗത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 26 മുതലുള്ള ആയത്തുകളാണ് പഠിക്കുന്നത്. പ്രസ്തുത വചനങ്ങൾ മുകളിൽ നമ്മൾ പാരായണം ചെയ്ത് കേട്ടിരിക്കുകയാണ്. 26-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം വഅൻസലല്ലദീന ളാഹറൂഹും വഅൻസല അവൻ ഇറക്കുകയും ചെയ്തു, അല്ലദീന ളാഹറൂഹും അവർക്ക് പിന്തുണ നൽകിയവരെ അഥവാ സഹകരിച്ചവരെ, മിൻ അഹ്ലിൽ കിതാബി വേദക്കാരിൽ നിന്നുള്ള, മിൻ സയാസീഹിം അവരുടെ കോട്ടകളിൽ നിന്ന്, വഖദഫ അവർ ഇടുകയും ചെയ്തു, ഫി കുലൂബിഹിം അവൻ ഇടുകയും ചെയ്തു, ഫി കുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ, റൂബ ഭീതി ഭയപ്പാട്, ഫരീക്കൻ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു സംഘത്തെ, തഖ്തുലൂന നിങ്ങൾ കൊലപ്പെടുത്തുന്നു, വതഅസിറൂന നിങ്ങൾ തടങ്കലിലാക്കുന്നു അല്ലെങ്കിൽ
തടങ്കിലാക്കുകയും ചെയ്യുന്നു. ഫരീഖൻ, ഒരു വിഭാഗത്തെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പറയുന്നത് വൻസലല്ലദീന ളാഹറൂഹും മിൻ അഹ്ലിൽ കിതാബി മിൻ സയാസീഹിം വഖദഫ ഫീ ഖുലൂബിഹിം റുഅബ ഫരീഖൻ തഖ്തുലൂന വതഅസുറൂന ഫരീഖ. വേദക്കാരിൽ അവർക്ക് പിന്തുണ നൽകിയവരെ തങ്ങളുടെ കോട്ടകളിൽ നിന്ന് അവർ അയക്കുകയും ചെയ്തു. അവരുടെ ഹൃദയങ്ങളിൽ ഭീതി ഇട്ടേക്കുകയും ചെയ്തു. അവരിൽ ഒരു വിഭാഗത്തെ നിങ്ങൾ കൊലപ്പെടുത്തുകയും ഒരു വിഭാഗത്തെ നിങ്ങൾ തടങ്കലിലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇവിടെ അമാനി മൗലവി വിശദീകരിക്കുന്ന ഭാഗത്തിൽ ഈ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത ആയത്തും കൂടി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ പൂർണ്ണമായ ഒരു വിശദീകരണത്തിലേക്ക് കടക്കാം. അടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ് വഔറസക്കും, നിങ്ങൾക്ക് അവൻ അവകാശപ്പെടുത്തുകയും ചെയ്തു, അർളഹും അവരുടെ ഭൂമി, വദിയാറഹും അവരുടെ വീടുകളും അഥവാ ഭവനങ്ങളും, വ അംവാലഹും അവരുടെ സ്വത്തുക്കളും, വ അർളൻ ഒരു ഭൂമിയും, ലം തതഊഹ നിങ്ങൾ ചവിട്ടിയിട്ടില്ല, വകാനല്ലാഹു അല്ലാഹു ആകുന്നു, അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും ഖദീറ കഴിവുള്ളവനാകുന്നു. അഥവാ അവരുടെ ഭൂമിയും അവരുടെ വീടുകളും അവരുടെ സ്വത്തുക്കളും നിങ്ങൾ കാലെടുത്ത് ചവിട്ടിയിട്ടല്ലാത്ത ഭൂമിയും അവൻ നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തരികയും അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഈ രണ്ടായത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, ബനൂ ഖുറൈളയുടെ സന്ധി ലംഘനം. ബനൂ ഖുറൈള യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സമാധാന സഖ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരുടെ സഹോദര ഗോത്രമായിരുന്ന ബനൂ നളീറിന്റെ തലവൻ ഹുയൈ ചെന്ന് പ്രേരിപ്പിച്ച സമയത്ത് ഖുറൈശികളുടെ നേതാവായ കഅബ് ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് ഒടുവിൽ ആ വലയത്തിൽ അകപ്പെടുകയും മുസ്ലിങ്ങളുമായി സന്ധി ലംഘിക്കുകയും ചെയ്ത സംഭവമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരെയും നാമാവശേഷമാക്കാൻ ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടാനില്ലെന്നായിരുന്നു ഹുയൈന്റെ വാദം. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനയും ഉപരോധവും ഖന്തഖ് യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ ഖുറൈളയുടെ നേരെ പുറപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ലഭിക്കുകയും ബനൂ ഖുറൈളയിൽ വെച്ചല്ലാതെ ആരും അസർ നമസ്കരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനവും, അങ്ങനെ വഴിമധ്യേ അസറിന്റെ സമയം വന്നപ്പോൾ സഹാബാക്കൾ രണ്ട് രീതിയിൽ നിലപാട് സ്വീകരിച്ചതും ഇതിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും. ചിലർ വഴിക്ക് വെച്ച് നമസ്കരിച്ചു. അവരുടെ ഉദ്ദേശവും അവർക്കൊരു തത്വവും ഉണ്ടായിരുന്നു. പരിഗണിച്ചാണ് അവരത് വേഗത്തിൽ അവിടെ എത്തുക എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം എന്ന് അവർ മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ചെയ്തത്. മറ്റു ചിലർ അവിടെ എത്തിയ ശേഷം നമസ്കരിച്ചു. അവർ നബിയുടെ വാക്ക് അക്ഷരം പ്രതി അനുസരിച്ചു. രണ്ടു കൂട്ടരും ഉദ്ദേശശുദ്ധി ശരിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും ആക്ഷേപിച്ചില്ല നബിയുടെ അടുത്ത് വന്നു പറഞ്ഞപ്പോൾ. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ അവരുടെ കോട്ടകൾ 25 ദിവസത്തോളം ഉപരോധിച്ചു. ഒടുവിൽ നിരുപാധികം കീഴടങ്ങിയ അവർ തങ്ങളുമായി മുൻപ് സഖ്യത്തിലുണ്ടായിരുന്ന ഔസ് ഗോത്ര നേതാവായിരുന്ന സഅദ് ബിൻ മുആദിനെ മധ്യസ്ഥനാക്കി. ഖന്തഖ് യുദ്ധത്തിൽ അമ്പേറ്റത് കാരണം മദീന പള്ളിയിലെ ചികിത്സയിലായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹു അവരോട് പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. യുദ്ധപ്രായമായവരെ വധിക്കുക, സ്ത്രീകളെ കുട്ടികളെയും ചിറപിടിക്കുക, സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് അധീനമാക്കുക, ഇത് തന്നെയാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിധി എന്ന് നബി സ്ഥിരീകരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കാലെടുത്ത് ചവിട്ടിയിട്ടില്ലാത്ത ഭൂമിയും എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾക്ക് ഖൈബർ അധീനമാക്കിയതിനെ ഉദ്ദേശിച്ചാണെന്നും അതല്ല അനന്തരം ജയിക്കപ്പെട്ട മറ്റു പ്രദേശങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ള വാഗ്ദാനമാണെന്നും ചില വാഗ്ദാക്കൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇബ്നു ജരീർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവ രണ്ടും ഉദ്ദേശിച്ചായിരിക്കുന്നതിനും വിരോധമില്ല എന്നാണ്. അഹ്സാബ് യുദ്ധത്തിന് ശേഷം ഖുറൈദയുടെയും നദീറിന്റെയും സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് അധീനമായല്ലോ. ഇതുവഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് കുറെ മൂലധനം കൈവന്നിട്ടുണ്ടെന്ന് ധരിച്ചുകൊണ്ട് അവിടുത്തെ പത്നിമാർ തിരുമേനിയുടെ അടുക്കൽ വന്ന്
പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂലെ, റോമായിലെയും കൈസറിൻ്റെയും പേർഷ്യയിലെയും പെൺമക്കൾക്ക് ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, വേലക്കാർ, വൃദ്ധ്യന്മാർ എന്നിവയെല്ലാം ഉണ്ട്. ഞങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയും അങ്ങേക്ക് അറിയാമല്ലോ. ഇത് തിരുമേനിയുടെ ഹൃദയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ അധികം വേദന ഉണ്ടാക്കി. ഇതിനെക്കുറിച്ചാണ് തൊട്ടടുത്ത വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്ത്, ഈ രണ്ടായത്തുകളിൽ കുറേ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളുണ്ട്. അതായത് സന്ധി ലംഘനത്തിൻ്റെ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ് എന്നതാണ്. ബനൂ നദീറിൻ്റെ തലവൻ ഹുയൈയാണ്. അതിന് വഴങ്ങിയ ബനൂ ഖുറൈദയുടെ നേതാവ് ആരാണ്? കഅബ് ആണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ബനൂ ഖുറൈദയെ വെച്ചല്ലാതെ ആരും അസ്ർ നമസ്കരിക്കരുത് എന്നതിനെ സംബന്ധിച്ചാണ്. അതുപോലെ ഉപരോധ സമയം 25 ദിവസത്തോളം മുസ്ലിങ്ങൾ കോട്ടകൾ ഉപരോധിച്ചു എന്ന് ഈ ഭാഗത്ത് കാണാം. യഹൂദികൾ തിരഞ്ഞെടുത്ത മധ്യസ്ഥൻ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആണ്. ഔസ് ഗോത്രത്തിന്റെ നേതാവാണ്. സഅദ് റളിയല്ലാഹു അൻഹു നൽകിയ വിധി യുദ്ധപ്രായമായവരെ വധിക്കുക, സ്ത്രീകളെയും കുട്ടികളെയും ചിറപിടിക്കുക, സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് അധീനമാക്കുക എന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, നിങ്ങൾ കാലെടുത്ത് ചവിട്ടിയിട്ടില്ലാത്ത ഭൂമി എന്ന് പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് കീഴ്പ്പെട്ട ഖൈബർ പ്രദേശത്തെ ഉദ്ദേശിച്ചാണ്, അതല്ല അനന്തരം ജയിക്കപ്പെട്ട മറ്റു പ്രദേശങ്ങളെ ഉദ്ദേശിച്ചാണ് എന്നൊക്കെ വ്യാഖ്യാതാക്കൾ, ഇബ്നു ജരീറിനെ പോലെയുള്ള വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചതായി നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് പ്രധാനമായും ഈ ആയത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ള കാര്യം. ഒരുപാട് സന്ദേശങ്ങൾ കൂടി ഈ ആയത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. ജീവിതത്തിൽ പകർത്തേണ്ട ആത്മീയമായ സംസ്കരണങ്ങൾ നൽകേണ്ട, തസ്കീത്ത് നൽകേണ്ട, കരാറുകളിലെ വിശ്വസ്തതയും ഉദ്ദേശശുദ്ധിയും വിശ്വാസവഞ്ചനയുടെയും ചതിയുടെയും അവസാനം എന്നേക്കുമുള്ള നാശവും അതുപോലെ അപമാനവുമായിരിക്കുമെന്ന സന്ദേശവും ബനൂ ഖുറൈദയുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ അത്യാപത്ത് ഘട്ടങ്ങളിൽ പോലും ചെയ്ത കരാറുകൾ ഉറച്ചു നിൽക്കാൻ സത്യവിശ്വാസികൾക്ക് സാധിക്കണം. അതുപോലെ അസ്ർ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ സഹാബാക്കൾ കാണിച്ചതുപോലെ ദീനീ വിഷയത്തിലെ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം ആക്ഷേപിക്കാതെ മറ്റുള്ളവരുടെ ഉദ്ദേശശുദ്ധിയും കൂടി ഇഖ്ലാസിനെയും കൂടി ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം എന്ന സന്ദേശം കൂടി ഇവിടെ നൽകുന്നുണ്ട്. വളരെ വ്യക്തമായ ചില സന്ദേശങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അടുത്ത വചനം 28-ാമത്തെ ആയത്താണ്. 28, 29 ആയത്തുകൾ. യാ അയ്യുഹൻ നബിയു, അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹൻ നബിയു, ഹേ നബിയെ, കുൽ നീ പറയുക, ലി അസ്വാജിക തൻ്റെ ഭാര്യമാരോട്, ഇൻ കുൻതുന്ന നിങ്ങളാണെങ്കിൽ, തുരുദിന നിങ്ങൾ ഉദ്ദേശിക്കുക, അൽ ഹയാത്ത ദുന്യ ഐഹിക ജീവിതം, വസീനത്തഹ അതിൻ്റെ അലങ്കാരവും അതിൻ്റെ മോടിയും, ഫതആലൈൻ എന്നാൽ നിങ്ങൾ വരിക, ഉമത്തിഉകുന്ന നിങ്ങൾക്ക് ഞാൻ മുത്അത്ത് നൽകാം, മോചന വിഭവം തരാം, ഉസർരിഹുകുന്ന നിങ്ങളെ വിട്ടയച്ചു വേർപെടുത്തി തരികയും ചെയ്യാം, സറാഹൻ ഒരു വിട്ടയക്കൽ, ജമീല ഭംഗിയായ നല്ല ഒരു വിട്ടയക്കൽ. 29-ാമത് 28-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഹേ നബിയെ, നിന്റെ ഭാര്യമാരോട് അല്ലാഹ് പറയുക, നിങ്ങൾ ഐഹിക ജീവിതവും അതിൻ്റെ അലങ്കാരവും ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ വരൂ, നിങ്ങൾക്ക് ഞാൻ മോചന വിഭവം നൽകുകയും നിങ്ങളെ ഭംഗിയായി വിട്ടയച്ചു തരികയും ചെയ്യാമെന്നാണ്. എന്നിട്ട് 29-ാമത്തെ വചനത്തിൽ, വ ഇൻ കുൻതുന്ന നിങ്ങളാണെങ്കിൽ, തുരുദിന നിങ്ങൾ ഉദ്ദേശിക്കുന്നു, അല്ലാഹ വ റസൂലഹു അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും, വദ്ദാറൽ ആഖിറ പരലോക ഭവനത്തെയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫ ഇന്നല്ലാഹ എന്നാൽ നിശ്ചയമായും അല്ലാഹു അഅദ്ദ ഒരുക്കിയിരിക്കുന്നു, ലിൽ മുഹ്സിനാത്തി പുണ്യവതികൾക്ക്, നന്മ ചെയ്യുന്നവർക്ക്, മിൻകുന്ന നിങ്ങളിൽ നിന്ന് തന്നെ അജ്റൻ അളീമ വമ്പിച്ച പ്രതിഫലം അല്ലാഹു നൽകുകയും ചെയ്യാം. നിങ്ങൾ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് പരലോകത്തെ ഭവനത്തെയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിശ്ചയമായും അല്ലാഹു നിങ്ങൾക്ക് പുണ്യവതിയായിട്ടുള്ളവർക്ക് അല്ലാഹു മഹത്തായ പ്രതിഫലം ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 28, 29 വചനങ്ങളിൽ ഖന്തഖ് യുദ്ധാനന്തരം ലഭിച്ച ഭൗതിക നേട്ടങ്ങൾ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നിമാർ തങ്ങൾക്ക് ആഡംബര സൗകര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ അള്ളാഹു അവർക്ക് നൽകിയ 2 തിരഞ്ഞെടുപ്പുകളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. 2 ഓപ്ഷനുകൾ കൊടുക്കുകയാണ്. ഒന്ന് ഐഹിക സുഖമാണ്, അല്ലെങ്കിൽ വളരെ നല്ല നിലയിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിവാഹമോചനം നൽകി മുത്അത്ത് പാരിതോഷികം നൽകി വിട്ടയക്കാം എന്നാണ് പാരിതോഷികം കൊടുക്കേണ്ടത്. ഇതിനാണ് മത്താഅ് എന്ന് സാധാരണ നമ്മൾ പറയാറുള്ളത്.
വിട്ടെ. അതല്ല അള്ളാഹുവിനെ അവൻ്റെ റസൂലിനെയും അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോക സൗഖ്യമാണ് ലക്ഷ്യമെങ്കിൽ ആഡംബരമോഹം ഉപേക്ഷിക്കണം. കാരണം ഐഹികമായ ആഡംബരമോഹം പാരത്രികമായ ലോകത്തെ ഗുണങ്ങൾ കൂടി ഒരുമിച്ച് സമ്മേളിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ ആ ചോയ്സ്, അതിനെയാണ് ആയത്തു തഖീർ എന്ന് പറയുന്നത്. തഖീർ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുവാനുള്ള ഈ ആയത്ത് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ ഉന്നതമായ തീരുമാനം ഈ വചനങ്ങൾ കേട്ട ഉടനെ 9 നബിമാരുടെ ഭാര്യമാരും ഏകസ്വരത്തിൽ തിരഞ്ഞെടുത്തത് അള്ളാഹുവിനെയും എൻ്റെ റസൂലിനെയും പരലോകത്തെയുമായിരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊരു വലിയ സംഭവമാണ്. അവരുടെ ആ തെരഞ്ഞെടുപ്പ്, അവർക്ക് ഭൗതിക സുഖങ്ങൾ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാമായിരുന്നു, പക്ഷേ അള്ളാഹുവിനെയും എൻ്റെ റസൂലിനെയും പരലോകത്തെ സുഖജീവിതവുമാണ് അവർ തിരഞ്ഞെടുത്തത് എന്ന് കാണാൻ കഴിയും. ഇവിടെ മുതഅത്ത് എന്ന് പറഞ്ഞാൽ വിവാഹമോചനം, തൊലാക്ക് നടക്കുമ്പോൾ ഭാര്യയ്ക്ക് മനസ്സമാധാനവും താൽക്കാലിക ആശ്വാസവും എന്ന നിലക്ക് കൊടുക്കേണ്ട പാരിതോഷത്തെയാണ് ഇവിടെ ആ നിലക്ക് മതാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആയത്തു തഖീർ എന്ന് പറഞ്ഞത് നബിപത്നിമാർക്ക് ഐഹിക സുഖം വേണോ അതോ പരലോകം വേണോ എന്ന് തിരഞ്ഞെടുക്കാൻ അള്ളാഹു അഭിപ്രായ സ്വാതന്ത്ര്യം നൽകിയ വചനങ്ങളായതുകൊണ്ടാണ് ഇവിടെ ആയത്തു തഖീർ എന്ന് ഈ ആയത്തുകളെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ ഈ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന നബിമാരുടെ 9 ഭാര്യമാരെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട്. ഖുറൈശി ഗോത്രക്കാരിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട്. അതുപോലെ തന്നെ ഹഫ്സ ഖുറൈശി ഗോത്രക്കാരിയാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഖുറൈശി ഗോത്രമാണ്. സൗദ റളിയല്ലാഹു അൻഹ ഖുറൈശി ഗോത്രമാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഖുറൈശി ഗോത്രമാണ്. സൈനബ് റളിയല്ലാഹു അൻഹ ഖുറൈശി അസദ് വംശത്തിൽപ്പെട്ടതാണ്. മൈമൂന റളിയല്ലാഹു അൻഹ ഹിലാൽ ഗോത്രത്തിൽപ്പെട്ടതാണ്. സൊഫിയ നദീർ വംശത്തിൽപ്പെട്ടതാണ്. ജുവൈരിയ റളിയല്ലാഹു അൻഹ മുസ്തലഖ് ഗോത്രത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അമാനിമുലവി 2 ഹദീസുകൾ, ഈ 9 ഭാര്യമാരുടെ പേരുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഹദീസുകൾ ഇമാം മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ജാബിറിൽ നിന്ന് വന്ന ഹദീസുകൾ, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ സാരം സാന്ദർഭികമായി അവിടെ എടുത്തു കൊടുക്കുന്നതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവർ നബിയെ കാണാൻ വന്ന സമയത്ത് നബിയുടെ പത്നിമാർ ചിലവിനുള്ള വക ചോദിച്ച് നബിയെ പ്രയാസപ്പെടുത്തുന്നതായി കണ്ടു. സ്വന്തം മക്കളായ ആയിഷയെയും ഹഫ്സയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തടഞ്ഞു. ഇനിമേൽ ഇതിൽ ഇല്ലാത്തത് ചോദിക്കില്ലെന്ന് പത്നിമാർ ഉറപ്പ് നൽകുകയും ചെയ്ത സംഭവം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ആയിഷ റളിയല്ലാഹു അൻഹയോട് മാതാപിതാക്കളോട് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അവർ പറഞ്ഞത്, അവിടുത്തെ കാര്യത്തിലാണോ ഞാൻ മാതാപിതാക്കളോട് ആലോചിക്കുന്നത്, ഞാനിത് അള്ളാഹുവിനെ റസൂലിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മറുപടി നൽകിയ വിവരം മറ്റു പത്നിമാരോട് പറയരുത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ആവശ്യപ്പെടുകയും, എന്നാൽ അള്ളാഹു തന്നെ നിയോഗിച്ചത് സൗമ്യനായ അധ്യാപകനായിട്ടാണെന്നും ചോദിക്കുന്നവരോട് ഞാനത് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയത് ഹദീസുകളിൽ നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ 2 സംഭവങ്ങളും വിശദമായി അമാനിമുലവി അവിടെ കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ചുരുക്ക രൂപമാണ് ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ വരാൻ വേണ്ടി സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ധാരാളം വിഷയങ്ങളുണ്ട്. ജീവിതത്തിലേക്ക് പകർത്തേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഭൗതികാഡംബരങ്ങളേക്കാൾ പരലോകത്തിന് മുൻഗണന നൽകുക എന്ന സന്ദേശം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലും പ്രബോധനത്തിലും നിൽക്കുന്നവർക്ക് ഭൗതികമായ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും ഉണ്ടായേക്കാം എന്ന സംഭവമൊക്കെ അതിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റോമിലെയും പേർഷ്യയിലെയും രാജകുമാരിമാരുടെ ആഡംബരങ്ങളെക്കാൾ നബിപത്നിമാർക്ക് തിരഞ്ഞെടുത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെയുള്ള ലളിത ജീവിതമാണ് എന്ന സന്ദേശം നമുക്ക് ഏറെ പ്രചോദനം നൽകുന്ന ഒരു വിഷയമാണ്. പരലോകത്തിന് മുൻഗണന നൽകുകയും സത്യവിശ്വാസികൾക്ക് സാധിക്കണം. നബിപത്നിമാരുടെ ഉന്നതമായ ത്യാഗവും ഇസ്ലാമിക നിയമങ്ങളും വ്യക്തമാക്കുന്ന മനോഹരമായ ഭാഗമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 30-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, യാ നിസാ അൻ നബി, അവിടെ പറയുന്നത് നബിയുടെ സ്ത്രീകളെ അഥവാ പത്നിമാരെ, മൻ ആരെങ്കിലും എത്തി വരുന്നതായാൽ, മിൻകുന്ന നിങ്ങളിൽ നിന്ന്, ബിഫാഹിഷത്തിന് വല്ല ചീത്തവൃത്തിയും കൊണ്ട്, മുബയ്യിനത്തിൻ വ്യക്തമായ പ്രത്യക്ഷമായ, യുളാഅഫ് ഇരട്ടിയാക്കപ്പെടും, ലഹ അവർക്ക്, അൽ അദാബ് ശിക്ഷ, ഉഅഫൈൻ 2 ഇരട്ടി, വകാന ദാലിക അതാകുന്നു, അലല്ലാഹി അള്ളാഹുവിൻ്റെ മേൽ, യസീറ നിസാരമായത് എന്നാണ്. നിങ്ങളുടെ പത്നിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ, നിങ്ങളിൽ ആരെങ്കിലും വ്യക്തമായ വല്ല ചീത്ത പ്രവൃത്തിയും പ്രവർത്തിക്കുന്നതായാൽ അവർക്ക് 2 ഇരട്ടിയായി ശിക്ഷ ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നതാണ്. അത് അള്ളാഹുവിൻ്റെ മേൽ നിസാരമായ കാര്യമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഫാഹിഷത്തിൻ മുബയ്യിന എന്നാൽ
വ്യക്തമായ ചീത്തപ്രവൃത്തി, പ്രത്യക്ഷത്തിൽ തന്നെ ചീത്തയായി ഗണിക്കപ്പെടുന്ന എല്ലാ തെറ്റുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെറുപ്പിക്കൽ, മഹാഭാവങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ ഉദാഹരണങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് വ്യക്തമായി നമ്മളൊരു മനസ്സിലാക്കേണ്ടത് ഫാഹിഷത്തിൻ മുബയ്യിന എന്ന വാക്ക് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വ്യക്തമായ ചീത്തപ്രവൃത്തി എന്നതാണ്. അതുപോലെ നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ കാരണം പ്രവാചകന്റെ ശൈലികൾക്കോ സുന്നത്തുകൾക്കെതിരെ പ്രവർത്തിക്കുന്നതിനും അവിടുന്ന് വെറുക്കുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. സുന്നത്തുകൾക്കെതിരെ പറയുക, പ്രവാചകന്റെ സുന്നത്ത് പഠിപ്പിക്കുമ്പോൾ അതിനെതിരെ നിൽക്കുക, അത് ചെയ്യാതിരിക്കുക, മനസ്സുകൊണ്ട് വെറുക്കുക, ഇതൊക്കെ അത്തരം കാര്യങ്ങളാണ് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത് നബിയുടെ പത്നിമാർക്ക് ഈ താക്കീത് നൽകാനുള്ള കാരണം, അതുപോലെ തന്നെ വഹീന്റെ കേന്ദ്രത്തിൽ ജീവിച്ചു വരുന്ന നബിപത്നിമാർ ഇതര സ്ത്രീകളെക്കാൾ പല നിലക്കും ഉന്നത പദവിയിലുള്ളവരാണെന്ന് കൊണ്ട് തന്നെ അവർക്ക് മറ്റാരെ പോലെയും തെറ്റുകുറ്റങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ബാധ്യസ്ഥരും കൂടിയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുതിർന്നവരായ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ അറിവും പദവിയും ഉള്ളവർ അള്ളാഹുവിൻ്റെ ശിക്ഷയെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശം കൂടി ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ താക്കീതുകളുടെ യഥാർത്ഥ ലക്ഷ്യം ചില മഹാന്മാരുടെ അഭിപ്രായത്തിൽ നമുക്ക് കാണുന്നത് ഫാഹിഷ എന്ന പദം വ്യഭിചാരത്തെ ഉദ്ദേശിച്ചാണ് ഉപയോഗിക്കാറുള്ളത് സാധാരണഗതിയിൽ. എന്നാൽ നബി പത്നിമാരിൽ നിന്ന് അങ്ങനെ ഒരു മഹാഭാവം സംഭവിച്ചേക്കാം എന്ന നിഗമനത്തിലല്ല അള്ളാഹു ഈ താക്കീത് ഇവിടെ നൽകിയിട്ടുള്ളത്. കാര്യത്തിൻ്റെ ഗൗരവം മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. അതിന് ഉദാഹരണമായിട്ടാണ് അമാനുമൗലി ഖുർആനിലെ മറ്റൊരു വചനം ഇവിടെ തെളിവായിട്ട് കൊടുക്കുന്നുണ്ട്. ശിർക്കിനെ ഇല്ലാതാക്കാൻ നിയോഗിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നീ ശിർക്ക് ചെയ്താൽ നിന്റെ പാവങ്ങൾ പോലും നിഷ്ഫലമായി പോകും എന്ന് പറഞ്ഞത് നബി ശിർക്ക് ചെയ്യുമെന്നത് കൊണ്ടല്ല, മറിച്ച് അതിൻ്റെ ഗൗരവം സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് എന്നതാണ്. അള്ളാഹുവിൻ്റെ അലംഘനീയമായ നീതി ഈ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എത്ര മഹാന്മാരാണെങ്കിലും, നബിയുടെ പത്നിമാരാണെങ്കിലും, നബിയുടെ മക്കളാണെങ്കിലും ശരി, കുറ്റം ചെയ്തവർക്ക് തക്ക ശിക്ഷ കൊടുക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു മടിയോ പക്ഷഭേദമോ ഇല്ല എന്നാണ്. സത്യത്തിനും നീതിക്കും മുൻപിൽ എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ സമന്മാരാണെന്ന പാഠം കൂടി നമുക്ക് നൽകുകയാണ്. എത്ര വലിയ തറവാട്ടിൽ ജനിച്ചവരാണെങ്കിലും, എത്ര പദവികളുള്ളവരാണെങ്കിലും അള്ളാഹുവിൻ്റെ കോടതിയിൽ അതൊന്നും പരിഗണിക്കുകയില്ല. അവിടെ നീതിയും നമ്മുടെ ശുദ്ധമായ ഹൃദയവും മാത്രമേ അള്ളാഹു നോക്കുകയുള്ളൂ എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല 30-ാമത്തെ വചനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് 31 ആയത്ത് മുതലുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.